ആരാണ് ഇസ്കോ? ഒരിക്കൽ സ്പാനിഷ് ഫുട്ബോളിലെ ഗോൾഡൻ ബോയ് എന്നറിയപ്പെടുന്ന കളിക്കാരനാണ് ഇസ്കോ. റയലിൽ നിന്നും പോയ ശേഷം ഇസ്കോയ്ക്ക് അത്ര നല്ല സമയമായിരുന്നില്ല. സെവിയ്യയിലെ 6 മാസത്തെ വിജയകരമല്ലാത്ത സ്പെല്ലിന് ശേഷം കരിയറിൽ ഇനി എന്ത് എന്ന ചോദ്യം ഇസ്കോയ്ക്ക് മുന്നിൽ വന്നു. ഫോം, സ്ഥിരത, പരിക്ക് ഇതൊക്കെയായിരുന്നു ഇതിന് കാരണം. എന്നാൽ ഒന്നുകൂടി പറയട്ടെ, ഫുട്ബോൾ ഇസ്കോയ്ക്ക് വേണ്ടി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. ചില കലാകാരന്മാർക്ക് അനുയോജ്യമായ വേദി കിട്ടിയാൽ ശോഭിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇസ്കോയുടെ കാര്യത്തിലും അത് സംഭവിച്ചു. ഇസ്കോയ്ക്ക് കിട്ടിയ വേദി അത് റിയൽ ബെറ്റിസ് ആയിരുന്നു. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന നിലയ്ക്കാണ് ഇസ്കോയെ ബെറ്റിസ് സൈൻ ചെയ്തതെങ്കിലും ആ നീക്കം 2 കൂട്ടർക്ക് ഗുണം ചെയ്തു. കോച്ചായ പെല്ലഗ്രിനിക്ക് കീഴിൽ ഇസ്കോ കണ്ടെത്തിയത് മിനിറ്റുകൾ മാത്രമായിരുന്നില്ല, കൈവിട്ടെന്ന് കരുതിയ തൻ്റെ പ്രതിഭയെ കൂടിയായിരുന്നു. ഇസ്കോയുടെ ഇൻ്റലിജൻസ്, പാസിംഗ് മികവ്, ഡ്രിബ്ലിംഗ് എല്ലാം അതിലുണ്ടായിരുന്നു. 2023-24 സീസണിൽ 28 മത്സരം കളിച്ച താരം 19 തവണ മാൻ ഓഫ് ദി മാച്ചായി. ലാലിഗ ടീം ഓഫ് ദ സീസണിലും താരം ഇടം പിടിച്ചു. അതിന് എല്ലാറ്റിനുമുപരി തൻ്റെ കഴിവിലുള്ള വിശ്വാസം കൂടിയാണ് താരം ആ സീസണോടുകൂടി തിരികെ പിടിച്ചത്. ഈ സീസണിലും ഇസ്കോയുടെ കളി അതേ മികവോടുകൂടി തന്നെയാണ്. ഇപ്പോൾ റിയൽ ബെറ്റിസിന്റെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായി മാറാൻ ഇസ്കോയ്ക്ക് കഴിഞ്ഞു. താരമാകെ ഈ സീസണിൽ 12 ഗോളും 11 അസിസ്റ്റും അടക്കം ടീമിന് ഏറ്റവും മുതൽക്കൂട്ടായ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. ഇസ്കോ ഒരിക്കലും തൻ്റെ കഴിഞ്ഞ കാലത്തെ വിജയഗാഥകൾ ആവർത്തിക്കാനുള്ള ശ്രമത്തിലല്ല, മറിച്ച് പുതിയ അധ്യായം രചിക്കാനുള്ള ശ്രമത്തിലാണ്. അത് കഠിനാധ്വാനവും ദൃഢനിശ്ചയവും അർപ്പണബോധവും ചേർന്നതാണ്. ഇസ്കോയുടെ സ്പാനിഷ് ടീമിലേക്കുള്ള തിരിച്ചുവരവ് ഒരു പ്രതീകമാണ്. ഒരിക്കൽ മറന്നുപോയ ഒരാളുടെ വീണ്ടെടുക്കലിനുള്ള അംഗീകാരം. ഒരിക്കൽ മങ്ങിയെന്ന് തോന്നിച്ച നക്ഷത്രം ഇപ്പോൾ വീണ്ടും പ്രകാശമായി പടരുകയാണ്. ഇസ്കോയിലൂടെ പറഞ്ഞു പഴകിയ ഒരു പ്രയോഗം വീണ്ടും ഓർമ്മിക്കുകയാണ്. ഫോം താൽക്കാലികമാണ്, പക്ഷേ ക്ലാസ് ഒരിക്കലും നശിക്കില്ല. അത് ഉറങ്ങും, വീണ്ടും ഉണരാനായി.